എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. നവരാത്രി ആരംഭിക്കുകയാണല്ലോ 3-ാം തീയതി. അതുകൊണ്ട് നവരാത്രിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന 9 ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ നവരാത്രി വ്രതം തുടങ്ങുന്നത് ഒക്ടോബർ 3-ാം തീയതി. സാധാരണ രീതിയിൽ 9 രാത്രികൾ കഴിഞ്ഞ് 10-ാം ദിവസമാണ് വിജയദശമി ആചരിക്കുക. ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെ വ്യത്യാസം കാരണം വിജയദശമി 11-ാം ദിവസത്തിലേക്ക് നീളുന്നു. ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂറാണ് ഓരോ തിഥിയെങ്കിൽ ഈ പ്രാവശ്യം ഭൂരിപക്ഷം തിഥികൾക്കും ദൈർഘ്യം കൂടുതലാണ്. മൂകാംബികയിലെ വിദ്യാരംഭം 10-ാം ദിവസമായ ഒക്ടോബർ 12-ന് ശനിയാഴ്ചയാണെന്ന് കേട്ടു. പക്ഷേ കേരളത്തിൽ അത് 11-ാം ദിവസമാണ്. ഒക്ടോബർ 13-ന് കന്നിമാസം 27 ഞായറാഴ്ചയാണ് വിദ്യാരംഭം ആചരിക്കുന്നത്. പൂജ വയ്ക്കുന്നത് അഷ്ടമിയുടെ സ്പർശമുള്ളപ്പോഴാണ്. അത് വ്യാഴാഴ്ച വൈകിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അന്ന് വ്യാഴാഴ്ച വൈകിട്ട് നമ്മളിവിടെ പൂജ വയ്ക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് വിദ്യാരംഭം. ഒക്ടോബർ 10-ാം തീയതി പൂജവയ്പ്പ്, 11-ാം തീയതി ദുർഗാഷ്ടമി, 12-ാം തീയതി മഹാനവമി, 13-ാം തീയതി വിജയദശമി. പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നവരാത്രി ആഘോഷം വരുന്നത്. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നുവെന്നാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം. ആദിപരാശക്തിയെ പൂജിക്കുന്ന ആരാധിക്കുന്ന ദിനങ്ങളാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പറയുന്നത് കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും എല്ലാം ഉത്സവമാണെന്നാണ് പറയുന്നത്. നവരാത്രി പ്രാദേശിക ഭേദമനുസരിച്ച് ഓരോ സ്ഥലത്തും ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട്. കേരളത്തിൽ വിദ്യാരംഭം എന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് മുമ്പായി, അത് 3 വയസ്സാകുന്നതിന് മുമ്പ് നമ്മൾ എഴുത്തിനിരുത്താമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചടങ്ങ് നിങ്ങൾ കേട്ടിട്ടില്ല, വിദ്യാരംഭം. കൂടുതൽ പേരും ഈ ചടങ്ങ് ചെയ്യുന്നത് നവരാത്രി സമയത്താണ്. ഇനി അതിന് സാധിക്കാത്തവർക്ക് നല്ല ദിവസം നോക്കി ചെയ്യാം. അതിന് പല ക്ഷേത്രങ്ങളിലും സൗകര്യവും ഉണ്ട്. പനച്ചിക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ ഈ നവരാത്രി സമയത്ത് അല്ലാതെ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ആഘോഷം പല രീതിയിലാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിലെ നവരാത്രി പൂജ, വിദ്യാരംഭം, സരസ്വതി പൂജ എന്നൊക്കെ പറഞ്ഞു വരും. തമിഴ്നാട്ടിലോ പ്രസിദ്ധമായ കൊലുവയ്പ് എന്ന നമ്മളതെല്ലാവരും കേട്ട് കാണും അല്ലേ. കർണാടകയിലെ നിങ്ങൾ കേട്ടിരിക്കും പ്രസിദ്ധമായ ദസറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂകാംബികയിൽ പറയുന്നത് പുഷ്പരഥോത്സവം എന്നാണ്. ഉത്തരഭാരതത്തിലെ രാമലീല, ഇങ്ങനെ പല പേരുകളിൽ ആഘോഷിക്കുന്നു. നവരാത്രി ദിനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ വേണം നോക്കാൻ. പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇവർക്ക് വ്രതശുദ്ധി വളരെ നല്ലതാണ്. ഈ വിദ്യാരംഭം വരെ, നവരാത്രി തുടങ്ങുന്ന 3-ാം തീയതി മുതൽ വിദ്യാരംഭം വരെ വ്രതശുദ്ധി വളരെ നല്ലതാണ്. മത്സ്യമാംസാദികൾ ഈ 10 ദിവസത്തേക്ക് ഉപേക്ഷിക്കണം. കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൂജാമുറിയിലൊക്കെ ഇരുന്ന് കുറച്ച് നാമങ്ങളൊക്കെ ജപിച്ചോ വേണം ചെയ്യാൻ. അതുപോലെ രാത്രിയിൽ ഒരു നേരം, അത് ഏതെങ്കിലും ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കും. മറ്റു ഗോതമ്പോ പഴമോ ഒക്കെ കഴിച്ച് വ്രതം നോക്കുന്നവർ ധാരാളമുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. കുളിച്ച് രാവിലെ വന്നിട്ട് ചായയൊക്കെ കുടിക്കാവുള്ളൂ. ദേവീ സ്തുതികളോ ലളിതാ സഹസ്രനാമോ ഒക്കെ ജപിക്കുന്നത് ഉത്തമമാണ്. നമുക്ക് എല്ലാ ദിവസങ്ങളിലും, അല്ലെങ്കിൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ അമ്മമാർക്കൊക്കെ വേണേൽ ലളിതാ സഹസ്രനാമം, അല്ലാത്ത ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. ഇവയെല്ലാം നമ്മൾ ശ്രദ്ധയോടെ ജപിക്കാമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനും കുറേ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾക്കൊക്കെ ശമനവും നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയം ഉണ്ടാകുന്നതിനും ഒക്കെ ഈ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ നമുക്ക് പ്രയോജനം ചെയ്യും. നവരാത്രി ദിനങ്ങളിൽ ആദിപരാശക്തിയുടെ 3 ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദേവിയുടെ 3 ഭാവങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. 3 ദിവസം മഹാകാളിയായിട്ടാണ്, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായിട്ടാണ്, അവസാനത്തെ 3 ദിവസം മഹാസരസ്വതിയായാണ് ദേവിയെ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ പൂജിക്കുന്നത്. പലയിടങ്ങളിലും പല രീതിയിലാണ് ആചരിക്കുന്നത്. വേറെ രീതിയിൽ പറയുന്നത് സപ്തമാതാക്കളെ പൂജിക്കുക എന്ന് പറയപ്പെടും. ഏതായാലും കേരളത്തിൽ വിദ്യാരംഭം, സരസ്വതി പൂജ ഇവ വളരെ പ്രധാനമാണ്. ബുധനാണ് വിദ്യാകാരൻ. നമ്മളെ വിദ്യാകാരകനായിട്ട് വരുന്നത് ബുധനാണ്. അതുകൊണ്ട് മിക്കവാറും ബുധനാഴ്ചയാണ് നമ്മൾ അല്ലാത്ത ദിവസങ്ങളിൽ എഴുത്തിനിരുത്താൻ പലപ്പോഴും പലരും തിരഞ്ഞെടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ 9 രാത്രികൾക്ക് ശേഷമുള്ള 10-ാം ദിവസമാണ് മഹിഷാസുരൻ എന്ന രാക്ഷസനെ വധിച്ച് ദേവി വിജയം കൊണ്ടാടിയത്. അതുകൊണ്ട് അന്ന് ആഘോഷിക്കുന്നതായിട്ട് പറയുന്നു.
കർണാടകയിലെ ദസറയോ എല്ലാവരും കേട്ടിട്ടില്ലേ? ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച് വിജയം കൈവരിച്ച ദിവസമാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം, അതാണ് ദസറ. മൈസൂരിൽ ഇത് വലിയ പ്രാധാന്യത്തോടാണ് കൊണ്ടാടുന്നത് ദസറ. അവിടെ വളരെ വിശേഷമാണ്. അവിടുത്തെ ആൾക്കാർ അന്ന് കൊട്ടും പാട്ടും ഡാൻസും അവർ ദേവിയുടെ ഇതൊക്കെ വെച്ച് വളരെ ആരാധനയോടാണ് ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം കലയുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും ഉത്സവമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. വേദങ്ങളുടെ മാതാവ് എന്ന് പറയും. ദേവീ മഹാത്മ്യത്തിൽ പറയുന്നത് ബ്രഹ്മദേവന് പോലും അറിവ് പകർന്നു നൽകുന്നത് ദേവിയാണെന്ന്. അത്ര ശക്തിയാണ് ദേവിയുടെ ഈ വിദ്യാരംഭത്തിൽ ദേവിക്കുള്ളത്. അത് അനുഗ്രഹദായിനിയായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വിദ്യ അഭ്യസിക്കുന്നവർ, നമ്മളെല്ലാവരും അറിവ് നേടുന്നവരാണ് അല്ലേ? എല്ലാവരും ഈ സമയത്ത് ദേവിയെ ആരാധിക്കുന്നത് നല്ലതാണ്. വിദ്യാരംഭത്തിൻ്റെയും ആയുധപൂജയുടെയും ദിവസമാണ് നവരാത്രി. അഷ്ടമി നാളിൽ ആയുധപൂജ വയ്ക്കും. എല്ലാവരും വിദ്യാർത്ഥികളാണ്. നമ്മളെല്ലാം ഇപ്പോഴും ഓരോരോ അറിവുകൾക്ക് വേണ്ടി ഇങ്ങനെ തിരയത്തില്ലേ? പ്രായമായവർ പോലും നമ്മളിങ്ങനെ ഓരോരോ അറിവുകൾ തേടി നടക്കുക. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ ഓരോരോ രീതിയിൽ അവരവർ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ പൂജയ്ക്ക് വയ്ക്കും. വീടുകളിലും നമുക്ക് പൂജ വയ്ക്കാം. വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് വൃത്തിയുള്ള ഒരു പലകയിൽ അല്ലെങ്കിൽ ഒരു കസേര ആയാലും മതി, ഒരു നല്ല വസ്ത്രമൊക്കെ വിരിച്ചിട്ട് അതിൽ പേപ്പറിലോ പൊതിഞ്ഞ് പുസ്തകങ്ങൾ പേനയൊക്കെ ഇവ നമുക്ക് പൂജയ്ക്ക് വെക്കാം. എന്നിട്ട് രാവിലെയും വൈകിട്ടും വിളക്കൊക്കെ കൊളുത്തി ആ പൂജ വെച്ചിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ മുകളിൽ നമുക്ക് ആ പുഷ്പം സമർപ്പിക്കാം. പിന്നെ വിദ്യാരംഭത്തിൻ്റെ അന്ന് എല്ലാവരും പൂജ എടുക്കുന്ന അന്ന് വീട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സൗകര്യമുള്ള ഒരു ക്ഷേത്രത്തിലോ പോയി ദേവിയൊക്കെ സ്തുതിച്ചിട്ട് ആ അമ്പലത്തിൻ്റെ ക്ഷേത്രമുറ്റത്ത് എല്ലാവരും, ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അങ്ങനെ ധാരാളം പേര് വരുന്നതാണ്, ഇപ്പോഴും ഉണ്ടങ്ങനെ, ക്ഷേത്രമുറ്റത്ത് പോയി നമ്മുടെ വിദ്യ കുറിക്കും. ആദ്യം നമ്മൾ വിദ്യാരംഭത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണത്. അങ്ങനെ എല്ലാവരും പോയി അക്ഷരങ്ങളെല്ലാം എഴുതും. ആ തൊട്ടുള്ള മലയാള അക്ഷരങ്ങൾ ABCD കായിക അങ്ങനെ അക്ഷരങ്ങളെല്ലാം, മലയാള അക്ഷരങ്ങളെല്ലാം എഴുതും. ഹിന്ദി അക്ഷരങ്ങൾ എഴുതും, ഇംഗ്ലീഷ് എഴുതും, നമ്പറുകൾ എഴുതും, എല്ലാം ചെയ്യും. എല്ലാവരും ഇപ്പോഴും പ്രായമായി ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോഴും വിദ്യാർത്ഥികളാണ് ഒരു കണക്കിന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഓർമ്മ നമ്മൾ ഈ വിദ്യാരംഭത്തിൽ നമ്മൾ എല്ലാവരും പുതുക്കാറുണ്ട്. അങ്ങനെ ഈ വർഷം നമുക്ക് എല്ലാവർക്കും ആ സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന ആ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നമുക്ക് വിദ്യാരംഭം കുറിക്കാം. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. വിദ്യാരംഭത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എല്ലാ ഐശ്വര്യവും വിദ്യാവിജയവും നൽകട്ടെ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ നവരാത്രിയെക്കുറിച്ചുള്ള എനിക്ക് കിട്ടിയ അറിവുകൾ. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്, ഷഷ്ടിയെക്കുറിച്ചൊന്ന് പറയണമെന്ന് ജീന പറഞ്ഞിരിക്കുന്നത്. ഷഷ്ടിയെക്കുറിച്ച് പറയണമെന്ന് തീർച്ചയായും ജീനയ്ക്ക് വേണ്ടി ഞാൻ ഷഷ്ടിയെക്കുറിച്ച് പറയുന്നതായിരിക്കും. നമസ്കാരം.